ഈ ഒരു ഇഞ്ചക്ഷൻ വെച്ചാൽ സാധാരണ മനുഷ്യരേക്കാൾ കാഴ്ചശക്തി കൂടും, കേൾവി ശക്തി കൂടും, അങ്ങനെ പല കഴിവുകൾ ലഭിക്കും. എന്നാൽ അതിന് അതിൻ്റെതായ മാരകമായ സൈഡ് എഫക്ട്സ് ഉണ്ട്. എന്നാൽ പാവപ്പെട്ട നമ്മുടെ ഹീറോ പണത്തിന് വേണ്ടി ആ എക്സ്പെരിമെന്റ് ചെയ്യാനായി തന്റെ ശരീരം കൊടുക്കുകയാണ്. 1998 പുറത്തിറങ്ങിയ സെൻസ്ലെസ് എന്ന സിനിമ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു സീരിയസ് ആയിട്ടുള്ള സിനിമയൊന്നുമല്ല, വളരെ ഫണ്ണി ആയിട്ടുള്ള കോമഡി സിനിമയാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും കഥ എൻജോയ് ചെയ്യും എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അപ്പോൾ സ്ട്രാറ്റ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഇദ്ദേഹമാണ് നമ്മുടെ കഥാനായകൻ. ആളുടെ പേര് ഡെറിൽ എന്നാണ്. ഡെറിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പണം സമ്പാദിക്കാൻ വേണ്ടി പാർട്ട് ടൈം ആയിട്ട് പല ജോലികളാണ് ചെയ്യുന്നത്. തന്റെ സ്വന്തം കാര്യം നോക്കാൻ വേണ്ടി മാത്രമല്ല, ഡെറിലിന്റെ അച്ഛനാണെങ്കിൽ അമ്മയും മക്കളെയും ഉപേക്ഷിച്ചിട്ട് പോയതാണ്. സോ അമ്മക്കും തന്റെ 4 സഹോദരങ്ങൾക്കൊക്കെ ചിലവിന് കൊടുക്കുന്നത് ഡെറിലാണ്. അപ്പൊ ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ പുതുതായി വന്ന ഫ്രഷേഴ്സിന് ഡെറിൽ യൂണിവേഴ്സിറ്റി മുഴുവനും ചുറ്റി കാണിച്ചു കൊടുക്കുകയാണ്. അതായത് അവരുടെ ടൂർ ഗൈഡായിട്ട്. ഇതിനൊക്കെ യൂണിവേഴ്സിറ്റി ഡെറിലിന് പേയ്മെന്റ് കൊടുക്കും. ഇത് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ ക്യാൻറ്റീനിൽ തന്നെ ഡെറിൽ ജോലി ചെയ്യുന്നുണ്ട്. അതേപോലെ പാർസൽ ഡെലിവറിയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഫ്രഷേഴ്സിന് കോളേജ് ചുറ്റിക്കാണിച്ചു കൊടുക്കുന്ന സമയത്താണ് ഹീറോക്ക് പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മ വന്നത്. അതായത് യൂണിവേഴ്സിറ്റി ലാബിൽ ഒരു പാർസൽ ഡെലിവർ ചെയ്യാനായിട്ടുണ്ട് എന്ന്. അപ്പൊ ആ ലാബിലുള്ള ന്യൂറോ സൈക്കോളജിസ്റ്റ് ആണ് ഡോക്ടർ വീഡോൺ. അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് എന്തോ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നത് കാണാം. ആ സമയമാണ് ഹീറോ പാക്കേജ് ഡെലിവർ ചെയ്യാനായി എത്തിയത്. അവിടെ കൂട്ടിൽ ഒരു പച്ച നിറത്തിലുള്ള ഗ്ലോയിങ് ആയിട്ടുള്ള എലിയുണ്ട്. അതിനെക്കുറിച്ച് ഡോക്ടറിനോട് ഹീറോ ചോദിച്ചപ്പോൾ അങ്ങേര് ഒന്നും പറയാതെ ഹീറോനെ ഗെറ്റ് ഔട്ട് അടിക്കുകയാണ്. സോ ഫ്രഷേഴ്സ് സ്റ്റുഡൻസിന് ഓടിച്ചാടി കോളേജ് മുഴുവനും റൗണ്ട് അടിച്ച് കാണിച്ചു കൊടുത്തതിന് ശേഷം ഹീറോ ദാ വീണ്ടും മറ്റു പുതിയ ഫ്രഷേഴ്സിന് വീണ്ടും കോളേജ് ചുറ്റി കാണിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് ഹീറോന്റെ സ്വഭാവം. ആളൊരു മെഷീൻ പോലെയാണ്, നിർത്താതെ ജോലി ചെയ്തുകൊണ്ടേ നിൽക്കും. ഓക്കെ, എന്തിനാണ് ഹീറോ ഇത്രയും കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഹീറോയുടെ ഏറ്റവും വലിയ ലക്ഷ്യം സ്മിത്ത് ബേറ്റ്സ് എന്ന സ്റ്റോക്ക് മാർക്കറ്റ് ബേസ് ചെയ്തുള്ള കമ്പനിയിൽ ജോലിക്ക് കയറണം എന്നാണ്. അപ്പോൾ ആ കമ്പനിയിൽ ജോലിക്ക് കയറിയാൽ വർഷം $60,000 ആണ് ഹീറോക്ക് ശമ്പളമായി ലഭിക്കുക. എന്നാൽ അവിടെ ജോലി കിട്ടാൻ അത്ര എളുപ്പമല്ല. തന്റെ യൂണിവേഴ്സിറ്റിയിലെ തന്നെ മറ്റു സ്റ്റുഡൻസും ആ ജോലി കിട്ടാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ ആ ജോലി കിട്ടത്തുള്ളൂ. ഇവിടെ അമ്മ മോനെ വിളിക്കുകയാണ്. ഈ മാസം ചിലവിനും പണമൊന്നും കിട്ടിയിട്ടില്ല, അതുപോലെ വീട്ടിലെ ഗ്യാസ് തീർന്നു, അതിന്റെ ബില്ല് അടക്കാൻ സമയമായി എന്നൊക്കെ പറയാണ്. ശരി അമ്മ, ടെൻഷൻ അടിക്കേണ്ട, ഗ്യാസിന്റെ ബില്ല് എത്രയാണെന്ന് പറ, ഞാൻ അടച്ചോളാം. അപ്പൊ അമ്മ പറയാണ് $250. $250? അമ്മ എന്താണ് അവിടുന്ന് പാചകം ചെയ്യുന്നത് ഇതിനു മാത്രം ബില്ല് വരാന്? എന്തായാലും ഹീറോ തന്നെ കമ്പ്യൂട്ടറിൽ ആ എമൗണ്ട് ടൈപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെങ്കിലുമായിട്ട് ആൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആ പണം അമ്മക്ക് എത്തിച്ചു കൊടുക്കും. അമ്മ കോള് കട്ട് ചെയ്ത ഉടനെ തന്നെ ദാ മറ്റൊരു കോള്. അത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. ഹീറോന്റെ സെം ഫീസ് പെൻഡിങ് ഉണ്ട് എന്ന് പറയാനാണ് യൂണിവേഴ്സിറ്റി നിന്ന് വിളിച്ചത്. അപ്പൊ ഹീറോ ശബ്ദം മാറ്റിയിട്ട് പറയാണ്, ഞാൻ ഡെറിലിന്റെ അമ്മയാണ്, എന്റെ മോൻ ചത്തു, ഇനി ചത്തവന് ഞാൻ എന്തിന് ഫീസ് അടക്കണം എന്നൊക്കെ പറഞ്ഞ് ഹീറോ കോള് കട്ട് ചെയ്യുകയാണ്. സോ ആള് ഈ മാസം ഭയങ്കര ടൈറ്റ് ആണ്. അങ്ങനെ നടക്കുമ്പോഴാണ് ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് ഹീറോന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോ ബ്ലഡ് ഡൊണേറ്റ് ചെയ്താൽ എന്തായാലും ഇങ്ങോട്ട് കാശ് കിട്ടുന്നതാണ്. അവിടെ ബോർഡ് കാണാം, ഒരു മാസം ഒരു ഡൊണേഷൻ മാത്രമെന്ന്. അങ്ങനെ ആദ്യം ഹീറോ തന്റെ സ്വന്തം പേരിൽ തന്നെ അവിടെ ചെന്ന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം പുറത്തുനിന്ന് ഒരു പിച്ചക്കാരൻ വായിച്ചുകൊണ്ടിരിക്കുന്ന പത്രം മെല്ലെ വേടിച്ചിട്ട് വീണ്ടും ഡേവിസ് എന്ന കള്ളപ്പേരിൽ ഹീറോ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായി ചെന്നു. ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് വീണ്ടും കാശ് കിട്ടിയ, എന്നാൽ അത്രയൊന്നും പോരാ തന്റെ ആവശ്യങ്ങൾ നടന്നു പോകാനായിട്ട്. വീണ്ടും വീണ്ടും ഹീറോ 2-3 തവണ കൂടി ഇതുപോലെ രൂപം മാറി പേര് മാറ്റി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായി എത്തുകയാണ്. എന്നിട്ട് ബ്ലഡും ഡൊണേറ്റ് ചെയ്തു. നമ്മൾ ബോർഡിൽ കണ്ടതാണ് ഒരു മാസം ഒരൊറ്റ ഡൊണേഷൻ എന്ന്. എന്നാൽ ഹീറോ ഒരു ദിവസം തന്നെ 5-6 തവണയാണ് കാശ് സമ്പാദിക്കാനായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തത്. പക്ഷെ എന്നിട്ടും ആ കാശൊന്നും മതിയാവത്തില്ല. അങ്ങനെ വീണ്ടും ആള് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായി ക്യൂവിൽ വന്ന് നിൽക്കുകയാണ്. എന്നാൽ പാവത്തിന്റെ ശരീരത്തിലെ ബ്ലഡ് ഒക്കെ വറ്റിപ്പോയി ആൾ അവിടെ ബോധം കെട്ട് വീണു. ഇനി ഇത് മാത്രമല്ല, ഇതുപോലെ ഹീറോ സ്പേം ഡൊണേറ്റ് ചെയ്യാനായിട്ടും പോകാറുണ്ട്. അതും ഒറ്റ തവണയല്ല, ഒരേ ദിവസം പല തവണയാണ് ഡൊണേറ്റ് ചെയ്യുന്നത്. അത് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കിട്ടിയ കാശ് വീണ്ടും തികയത്തില്ല. ഹീറോ അടുത്തത് ചെന്നത് ഹെയർ ഡൊണേറ്റ് ചെയ്യാനായിട്ടാണ്. എന്നാൽ ആളുടെ തലയിൽ മുടിയൊന്നുമില്ല. പാൻസ് അയച്ചിട്ട് പറയാണ്, എനിക്ക് വേറെയും പല സ്ഥലങ്ങളിലും മുടിയുണ്ട്. അങ്ങേര് ഹീറോനെ കണ്ടം വഴി ഓടിച്ചു. ഇതാണ് ടിം, ഹീറോന്റെ ബെസ്റ്റ് ഫ്രണ്ടും അതേപോലെ റൂംമേറ്റും. ടിം ഹീറോനോട് ഓണർ റെന്റ് ചോദിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അതേപോലെ ടിം ഈ പിയർസിംഗിന്റെ ഭയങ്കര ആളാണ്. അതായത് ശരീരം ഒട്ടാകെ ടിമ്മിന് പിയർസിംഗ് ചെയ്യണം. ടിം നടക്കുമ്പോൾ ഒരു മണിയടി ശബ്ദം കേട്ടപ്പോൾ ഹീറോ ചോദിക്കാണ്, എന്താണ് പുതിയൊരു ശബ്ദമെന്ന്.
അപ്പോൾ ടിം തന്റെ പ്രൈവറ്റ് പാർട്ട് കുലുക്കി കാണിച്ചു കൊടുക്കുകയാണ്. അവിടെയാണ് പുതിയ പിയേഴ്സിംഗ് ചെയ്തിട്ടുള്ളത്. അടുത്ത ദിവസം ഹീറോ ക്യാൻറ്റീനിൽ നിന്ന് ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ഭക്ഷണം മേടിക്കാനായി വന്ന ഇവനാണ് സ്കോട്ട്. ഇവൻ നമ്മുടെ ഹീറോന്റെ ക്ലാസ്മേറ്റ് ആണ്. എന്നാൽ ആളൊരു ശത്രു പോലെയാണ്. കാരണം ഇവനാണെങ്കിൽ ഹീറോനോട് ഭയങ്കര പുച്ഛമാണ്. അവനും ഹീറോ കഷ്ടപ്പെടുന്ന ജോലിക്ക് വേണ്ടി തന്നെയാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഹീറോനേക്കാൾ കൂടുതൽ ആ ജോലി കിട്ടാൻ സാധ്യത സ്കോട്ടിനാണ്. അതിന് കാരണം മൻഹാട്ടനിലെ തേർഡ് ലാർജസ്റ്റ് ബാങ്ക് ഇവന്റെ അച്ഛനാണ് റൺ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കുറെ അഡ്വാൻറ്റേജസ് സ്കോട്ടിനുണ്ട്. സ്കോട്ട് പോയതിനു ശേഷം അവിടെ ജാനിസ് എന്ന ഒരു സ്ത്രീ വരികയാണ്. ജാനിസിനെ കണ്ട ഉടനെ നമ്മുടെ ഹീറോക്ക് പുള്ളിക്കാരിയെ ഇഷ്ടപ്പെട്ടു. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. അപ്പൊ ഇവിടെ ഇവരുടെ ക്ലാസ്സിൽ സ്മിത്ത് ബേറ്റ്സ് കമ്പനിയിലെ മിസ്റ്റർ ടൈസൺ എന്ന ഒരാൾ അവർക്ക് കമ്പനിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനായിട്ട് വന്നതാണ്. ജൂനിയർ അനാലിസ്റ്റിന്റെ ജോബാണ് ഇവരിൽ നിന്ന് ഒരാൾക്ക് കിട്ടാനായി പോകുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് അവർ 5 ഫൈനലിസ്റ്റിനെ മാത്രമേ സെലക്ട് ആക്കുകയുള്ളൂ. ആ 5 പേരെ എക്സാമിൻ ചെയ്തിട്ടായിരിക്കും അതിൽ നിന്ന് ഒരാൾക്ക് ഈ ജോലി ലഭിക്കുക. സോ ഇപ്പോൾ ഹീറോന്റെ ഉദ്ദേശം ഈ മിസ്റ്റർ ടൈസൺ എന്ന ആളെ ഒന്ന് ഇംപ്രസ് ചെയ്യുക എന്നതാണ്. അപ്പൊ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ ഹീറോ ചാടിക്കേറി ഉത്തരം പറയുന്നുണ്ട്. എന്നാൽ അതിനൊക്കെ മറ്റൊരു ഉത്തരവുമായിട്ട് സ്കോട്ടും വരുന്നുണ്ട്. അങ്ങനെ അവര് രണ്ടുപേരും മത്സരമാണ്. പക്ഷെ അവസാനം സ്കോട്ട് ഒരു അടിപൊളി ഉത്തരം പറഞ്ഞു. ആ ഉത്തരം കേട്ട് ഹീറോ സൈലന്റ് ആയി. ആൾക്ക് പറയാൻ ഒന്നും കിട്ടുന്നില്ല. നീ ഒരു മണ്ടനാണ്, നിനക്ക് ഈ ജോലി ഡിസേർവിംഗ് അല്ല, നിനക്കൊരു തേങ്ങയും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ സ്കോട്ട് ഹീറോനെ കളിയാക്കുന്നുമുണ്ട്. ഈ ജോലി എളുപ്പത്തിൽ കിട്ടാൻ വേറൊരു വഴി എന്തെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി സ്പോർട്സ് ടീമിൽ കയറി കൂടുക എന്നതാണ്. അതായത് യൂണിവേഴ്സിറ്റിയിലെ ഹോക്കി ടീമിലെ പ്ലേയേഴ്സിന് ഫൈനലിസ്റ്റിന്റെ ലിസ്റ്റിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അവർക്ക് മുൻഗണനയുണ്ട്. അങ്ങനെ ഹോക്കി കോച്ചിനോട് ഹീറോ കുറെ പ്ലീസ് ഒക്കെ പറഞ്ഞ് തന്നെ ടീമിൽ എടുക്കാനായി പറയാണ്. എന്നാൽ അദ്ദേഹം മൈൻഡ് ചെയ്യാതെ പോയി. യൂണിവേഴ്സിറ്റി ഹോക്കി ടീമിൽ ഹീറോന്റെ റൂംമേറ്റ് ആയ ടിം ഉണ്ട്. അങ്ങനെ ടിമ്മിനോട് ഹീറോ പറയാണ്, പ്ലീസ് നീ ഒന്ന് കോച്ചിനോട് എനിക്ക് വേണ്ടി സംസാരിക്ക്, ഇത് എന്റെ ജീവിത പ്രശ്നമാണ് എന്നൊക്കെ പറയാണ്. അങ്ങനെ ടിം സംസാരിച്ചപ്പോൾ കോച്ച് ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു അവസരം കൊടുക്കാമെന്ന് പറയാണ്. അങ്ങനെ ഹീറോനെ കീപ്പറായി നിർത്തി എല്ലാ പ്ലേയേഴ്സും ഒരുമിച്ചിട്ട് ഹിറ്റ് ചെയ്യുകയാണ്. എന്നാൽ അതിൽ നിന്ന് ഒന്നുപോലും ഹീറോക്ക് ബ്ലോക്ക് ചെയ്യാൻ ആയിട്ടില്ല. ഹീറോ അവിടെ അടികൊണ്ട് വീഴുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സങ്കടത്തോടെ തന്റെ പാർട്ട് ടൈം ജോലി ചെയ്യാണ്. അതായത് യൂണിവേഴ്സിറ്റി ക്ലീൻ ചെയ്യുന്നു. അപ്പൊ ആള് സാഡ് ആണ് എന്ന് മനസ്സിലാക്കിയ ടീം ഹീറോനെ ഒന്ന് കൂൾ ആക്കാനായി പോവുകയാണ്. എടാ നീ വിഷമിക്കൊന്നും വേണ്ട, എല്ലാം ശരിയാവും. ബൈ ദ വേ നീ ഇത് കണ്ടോ, ഞാൻ പുതിയ പീസിംഗ് ചെയ്തു. അപ്പൊ ഇപ്രാവശ്യം ടിം തന്റെ വയറ്റത്താണ് പീസിംഗ് ചെയ്തത്. ഇത് ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല നിനക്ക് വേണ്ടിയുമാണ് ചെയ്തത്. ഇനി മുതൽ നമ്മുടെ റൂമിന്റെ താക്കോല് ഞാൻ ഇവിടെ ആയിരിക്കും വെക്കുക. ടിം പോയതിനു ശേഷം ഇവന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവിടെ ഒരു തൂണിൽ ഹീറോ ഒരു നോട്ടീസ് കണ്ടത്. അതിൽ എക്സ്ട്രാ പണം സമ്പാദിക്കാനുള്ള ഒരു കാര്യമാണ്. അതിൽ നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ട ഡോക്ടർ വീഡോൺ എന്ന ന്യൂറോ സൈക്കോളജിസ്റ്റിന്റെ പേരൊക്കെ കാണാം. അങ്ങനെ ആ എക്സ്ട്രാ പണം സമ്പാദിക്കാനായി ഹീറോ അവിടെ ചെല്ലുകയാണ്. അപ്പൊ ഇവരൊക്കെ ആ നോട്ടീസ് കണ്ട് വന്നവർ തന്നെയാണ്. സോ ഗൈസ് ഇവിടുന്നാണ് കഥയുടെ ടേണിംഗ് പോയിന്റ്. അപ്പൊ ഈ സ്ത്രീയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഒരു ഹ്യൂമൻ ടെസ്റ്റിംഗിന്റെ ഭാഗമായിട്ടാണ്. പ്രോട്ടോകോൾ 563. നിങ്ങളിൽ ഒരാളായിരിക്കും ആദ്യമായിട്ട് ആ ഡ്രഗ് ശരീരത്തിൽ ഇഞ്ചെക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഒരാൾക്കായിരിക്കും ആ അവസരം ലഭിക്കുക. സാധാരണ നമ്മൾ ഇതുപോലുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നത് എലികളുടെ ശരീരത്തിലാണ്. എന്നാൽ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് മനുഷ്യരുടെ ശരീരത്തിലാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അത് കേട്ടപ്പോൾ തന്നെ കുറച്ചു പേര് അവിടുന്ന് എഴുന്നേറ്റ് പോയി. അതിനുശേഷം ആ മെഡിസിന്റെ കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞ് ഹോട്ടലിലെ വെയിറ്റർ ഫുഡിന്റെ ലിസ്റ്റ് പറഞ്ഞതുപോലെ പുള്ളിക്കാരി ഒരു കൂട്ടം അസുഖങ്ങൾ പറയുകയാണ്, അഥവാ സൈഡ് എഫക്ട്സ് പറയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഓരോരുത്തരായിട്ട് അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹീറോന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. ആൾക്ക് തീരെ ഉറക്കില്ല, ഫുൾ ടൈം പണിയാണ്. എന്നാൽ ഈ സ്ത്രീ ഇവിടെ ഈ മെഡിസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഹീറോ ആണെങ്കിൽ അവിടുന്ന് കിടന്നുറങ്ങുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് പോയപ്പോൾ അവസാനം അവിടെ ബാക്കിയുള്ളത് നമ്മുടെ ഹീറോ മാത്രമാണ്. ഇത്രയും നേരം പുള്ളിക്കാരി പറഞ്ഞ സൈഡ് എഫക്ട്സ് ഒന്നും ഹീറോ കേട്ടിട്ടില്ല. സർ നിങ്ങൾ ഞാൻ പറഞ്ഞതൊക്കെ കേൾക്കുന്നുണ്ടോ? അപ്പൊ ഹീറോ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് യെസ് ഞാൻ എല്ലാം കേട്ടു, നിങ്ങൾ എനിക്ക് പൈസ തരില്ലേ? യെസ് ഞങ്ങൾ പൈസ തരും, പിന്നെന്താ, യെസ് ഞാൻ തയ്യാറാണെന്ന് ഹീറോ പറയാണ്. ആൾ സൈഡ് എഫക്ട്സിനെ കുറിച്ചൊന്നും കേട്ടിട്ടില്ല കേട്ടോ. സോ ഇവിടെ ഡോക്ടർ ഹീറോക്ക് എന്തായാലും വീണ്ടും അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഹീറോ ഒന്നും സീരിയസ് ആയിട്ടല്ല എടുക്കുന്നത്. ആൾക്ക് പൈസ കിട്ടിയാൽ മാത്രം മതി. സോ ഇവിടെ ഡോക്ടർ പറയാണ്, മനുഷ്യർ ഇന്നേ വരെ ടെസ്റ്റ് ചെയ്യാത്ത മെഡിസിൻ ആണ് ഇത്. ഇത് ഇഞ്ചെക്ട് ചെയ്താൽ സൂപ്പർ സെൻസസ് ലഭിക്കും. അതായത് നിന്റെ കാഴ്ച 10 ഇരട്ടിയാവും, കേൾവി 10 ഇരട്ടിയാവും, നിന്റെ എല്ലാ സെൻസസും 10 ഇരട്ടിയാവും. പക്ഷെ ഇതിലൊക്കെ സൈഡ് എഫക്ട്സ് നീ ഓൾറെഡി കേട്ടതല്ലേ. ഇതാണ് ആ മെഡിസിൻ. ഇത് നീ ഉറങ്ങുന്നതിന് മുൻപായിട്ടാണ് ഇഞ്ചെക്ട് ചെയ്യേണ്ടത്. ഒരു കാരണവശാലും ഡോസ് കൂടാൻ പാടില്ല. പിന്നെ ഇനീഷ്യൽ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോക്കസ് ചെയ്ത് ബ്രീത്തിങ് ചെയ്താൽ മതി. ഇതൊക്കെ ഡോക്ടർ വളരെ വളരെ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. എന്നാൽ ഹീറോ വളരെ നിസ്സാരമായിട്ടാണ് എല്ലാം കേൾക്കുന്നത്.
എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ എനിക്ക് എത്രയാണ് പേയ്മെന്റ് കിട്ടുക എന്നാണ് ഹീറോ ചോദിച്ചത്. $3000. എന്ത് $3000? അത് കേട്ടപ്പോൾ ഹീറോക്ക് ശരിക്കും സന്തോഷമായി. ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് മെഡിസിൻ മേടിച്ചിട്ട് ഹീറോ പറയാണ്, ഡോക്ടർ $3000 അത് കിട്ടുമെങ്കിൽ ഈ മെഡിസിൻ മാത്രമല്ല, ഡോക്ടർ വേണമെങ്കിൽ എന്റെ ശരീരത്തിൽ ഇബോള വൈറസ് കുത്തിവെച്ചോ, ഒരു പ്രശ്നവുമില്ല. എന്തായാലും ഹീറോ ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്, കാരണം തനിക്ക് $3000 സമ്പാദിക്കാമല്ലോ. എന്നാൽ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ കണ്ടു തന്നെ അറിയണം. സോ ഇവിടെ റൂമിലേക്ക് ഹീറോയും ടിമ്മും ഒരുമിച്ച് പോവുകയാണ്. അപ്പോ ആ സമയമൊക്കെ ടിം ഹീറോനെ ഉപദേശിക്കുന്നുണ്ട്. നീ കുറച്ച് സ്ലോ ആവണം, നീ ഇപ്പൊ ഭയങ്കരമായിട്ട് ഹസിൾ ചെയ്യുന്നുണ്ട്, അതത്ര നല്ലതല്ല. ശരിയാണ്, നിനക്ക് നിന്റെ കുടുംബം നോക്കണം എന്ന് വെച്ച് ഇങ്ങനെ ചെയ്യരുത്. അപ്പൊ ഹീറോ നീ മര്യാദക്ക് താക്കോലെടുത്ത റൂം തുറക്കെന്ന് പറഞ്ഞ് ടിമ്മിന്റെ വയറ്റിൽ നിന്ന് പിയർസിംഗിലുള്ള താക്കോല് ഓർമ്മയില്ലാതെ പിടിച്ചു വലിക്കുകയാണ്. ടിം അവിടെ വീഴുകയും ചെയ്തു. സോ ഇവിടെ ഹീറോന്റെ ക്ലാസ്മേറ്റ്സ് ഒരു പാർട്ടി നടത്തുന്നുണ്ട്. കപ്പ എന്ന ക്ലബ് മെമ്പേഴ്സ് ആണ് മെയിൻ ആയിട്ട് ആ പാർട്ടിയിൽ വന്നിട്ടുള്ളത്. അതായത് ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ട്. പക്ഷെ നമ്മുടെ ഹീറോ ആക്ച്വലി കപ്പ എന്ന ക്ലബിന്റെ മെമ്പർ അല്ല, കാരണം ആരും ഹീറോനെ അങ്ങനെ അടുപ്പിക്കാറില്ല. എന്നാൽ ക്ലാസ്മേറ്റ് എന്ന നിലയിൽ ഹീറോ ആ പാർട്ടിക്ക് ചെന്നതാണ്. അവിടെ ജാനിസ് ഉണ്ട്, ജാനിസിനെ ഹീറോ പരിചയപ്പെടുന്നൊക്കെയുണ്ട്. സോ ഇവിടെ വലിഞ്ഞു കയറി വന്ന് ഹീറോനെ എല്ലാവരും വിളിച്ചു, എന്നിട്ട് അവിടെ ഇരുത്തി, എന്നിട്ട് എല്ലാവരും കൂടി വട്ടത്തിൽ ഊക്കുക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഈ സ്കോട്ടും ഗ്യാങ്ങും നമ്മുടെ ഹീറോനെ വളരെ മോശമായിട്ട് ഇൻസൾട്ട് ചെയ്യുകയാണ്. അതായത് അവരെല്ലാവരും പണക്കാരുടെ മക്കളൊക്കെയാണ്. ഹീറോ എന്നാൽ ടോയ്ലറ്റ് വൃത്തിയാക്കലാണ്. അങ്ങനെ ഹീറോന്റെ പാർട്ട് ടൈം ജോലിയുടെ പേര് പറഞ്ഞൊക്കെ അവര് കളിയാക്കാണ്. നിനക്ക് ഒരിക്കലും നമ്മൾ കപ്പയിൽ മെമ്പർഷിപ്പ് തരണേ പോകുന്നില്ല, അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എല്ലാവരും ചുറ്റും നിന്നുകൊണ്ട് ഹീറോനെ കളിയാക്കാണ്. അപ്പൊ എല്ലാവരും ഹീറോനെ കളിയാക്കുന്നത് ജാനിസ് അവിടെ നിന്നുകൊണ്ട് കാണുന്നുണ്ട്. പുള്ളിക്കാരിക്ക് എന്തോ സങ്കടമായി, എല്ലാവരും കൂടി ഒരാളെ ഇങ്ങനെ കളിയാക്കുന്നത് കണ്ടപ്പോ. എന്തായാലും അവര് ബൈ ബൈ ഡെറിൽ എന്ന് പറഞ്ഞ് ഹീറോനെ ആ പാർട്ടിയിൽ നിന്ന് ഗെറ്റ് ഔട്ട് അടിക്കുകയാണ്. അങ്ങനെ സങ്കടത്തോടെ ഹീറോ അവിടുന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ വീട്ടിലെത്തി സങ്കടത്തോടെ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഹീറോ ഡിപ്രഷൻ അടിച്ച് ഇരിക്കുമ്പോഴാണ് ഡോക്ടർ തന്ന മെഡിസിനെ കുറിച്ച് ഓർമ്മ വന്നത്. അങ്ങനെ സിറിഞ്ചില് ഡോക്ടർ പറഞ്ഞ അളവിലുള്ള ഡോസ് കയറ്റി ഹീറോ അന്ന് രാത്രി ആദ്യമായിട്ട് ആ മെഡിസിൻ തന്റെ ശരീരത്തിൽ ഇഞ്ചെക്ട് ചെയ്യുകയാണ്. അടുത്ത ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്നാണ് സ്മിത്ത് പേറ്റ്സ് ജോബിന്റെ ഫൈനലിസ്റ്റിന് തിരഞ്ഞെടുക്കുന്ന എക്സാം നടക്കുന്നത്. പക്ഷെ ഇന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ തന്നെ ഹീറോക്ക് എന്തോ ഒരു ബാഡ് വൈബ് അടിക്കുന്നുണ്ടായിരുന്നു. ഒന്നും മനസ്സിലാവുന്നില്ല. ക്ലാസ്സിൽ എക്സാം എഴുതാൻ ഇരുന്നപ്പോഴാണെങ്കിലോ മുന്നിൽ ഇരിക്കുന്ന പെൺകുട്ടി കുളിച്ചിട്ടില്ല. അത് ഹീറോക്ക് നാറുന്നു. ശബ്ദമൊക്കെ വളരെ ഒച്ചത്തിലായിട്ട് കേൾക്കുന്നു. ഒരുത്തന്റെ പെൻസിലിന്റെ സൗണ്ട്, ഒരുത്തന്റെ വാച്ചിന്റെ സൗണ്ട്, ഒരുത്തനാണെങ്കിൽ പല്ല് തേക്കാതെയാണ് വന്നത്. അത് ദൂരെ നിന്ന് ഹീറോക്ക് നാറുന്നു. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നം. ആള് ടോട്ടലി ഡിസ്ട്രാക്റ്റഡ് ആണ്. തലയൊക്കെ പൊട്ടുന്ന പോലെ തോന്നുന്നു. അവസാനം ക്ഷമ കെട്ട് ഹീറോ എഴുന്നേറ്റ് നിന്ന് ഒച്ചത്തിൽ എല്ലാവരും തെറി പറയാണ്. അങ്ങനെ പ്രൊഫസർ ഹീറോനെ എക്സാം ഹാളിൽ നിന്ന് ഗെറ്റ് ഔട്ട് അടിച്ചു. അതായത് ഹീറോന്റെ ഡ്രീം ജോബിലേക്കുള്ള ഫൈനലിസ്റ്റിനെ സെലക്ട് ചെയ്യുന്ന എക്സാം ഹീറോക്ക് എഴുതാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് ഇതിനെ കുറിച്ചൊക്കെ ഹീറോ പറയാണ്. താങ്കൾ കാരണം എനിക്ക് എന്റെ ഭാവി നഷ്ടപ്പെട്ടു, ഞാൻ ഇനി എന്ത് ചെയ്യാനാ. ഹീറോക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ചൊറിച്ചിലെടുക്കുന്നു. ആള് മൊത്തത്തിൽ ചൊറിയാണ്. എന്നാൽ ഡോക്ടർ കൃത്യമായിട്ട് ഹീറോനോട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറയാണ്. അതായത് നിനക്ക് ഇപ്പോൾ സൂപ്പർ സെൻസസ് ഉണ്ട്, അപ്പോൾ അത് എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്ന് നീ പഠിക്കണം. അതായത് ഫോക്കസ് ചെയ്തിട്ടും ബ്രീത്തിങ് കൺട്രോൾ ചെയ്തിട്ടും. എന്നാൽ മാത്രമേ നിനക്ക് നിന്റെ എല്ലാ സൂപ്പർ സെൻസസും നിയന്ത്രിക്കാൻ ആവൂ. അല്ലാത്ത വശം നിനക്ക് ഇതുപോലെ ഡിസ്റ്റർബൻസ് ആയിരിക്കും. എന്നാൽ ഹീറോ ഇതൊക്കെ കേട്ട് മനസ്സിലാക്കിയെങ്കിലും ഡോക്ടറിനോട് ദേഷ്യം പിടിച്ച് ലാബിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അടുത്ത ദിവസം ടിം ഹീറോനെ നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ. ഡെറിൽ നീ എന്താ ഇങ്ങനെ? അപ്പൊ ഹീറോ സങ്കടത്തോടെ പറയാണ്, ഞാൻ ഇനി ഹോക്കി ടീമിലേക്കൊന്നുമില്ല, ഞാൻ ഫൈനലിസ്റ്റ് എക്സാം മെസ്ഡപ്പ് ചെയ്തു, എന്റെ ഭാവി നഷ്ടപ്പെട്ടു. അപ്പൊ ടിം ഹീറോനോട് പറയാണ്, എടാ നീ വിഷമിക്കില്ലേ, നിനക്ക് കിട്ടേണ്ട ജോലിയാണ് അതെങ്കിൽ ഉറപ്പായും നിനക്ക് തന്നെ അത് കിട്ടും. എന്നാൽ സങ്കടത്തോടെ ഞാൻ ഇനി എന്റെ അമ്മയോട് എന്തു പറയുമെന്ന് ഹീറോ ചോദിക്കാണ്. സോ ഇവിടെ അന്ന് ക്ലാസ്സിൽ പോകാതെ റൂമിൽ തന്നെ ഇരുന്ന് ഹീറോ ഡോക്ടർ പറഞ്ഞതുപോലെ ബ്രീത്തിങ് കൺട്രോളും ഫോക്കസും ചെയ്യാനായി നോക്കുകയാണ്. കുറെ പരിശ്രമത്തിന് ശേഷം അവസാനം ഹീറോക്ക് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിച്ചു. അതായത് ഹീറോക്ക് ഇപ്പൊ ദൂരെയുള്ള എന്ത് കേൾക്കണമോ എന്ന് വിചാരിക്കുന്നു അത് മാത്രം കേൾക്കാനായിട്ട് പറ്റും. എന്ത് കാര്യമാണ് സൂം ചെയ്ത് നോക്കേണ്ടത് അത് മാത്രമായിട്ട് ഹീറോക്ക് കൺട്രോൾ ചെയ്ത് നോക്കാനായിട്ടാവും. ആളൊരു കുരുത്തം കെട്ടവനായത് കൊണ്ട് തന്നെ അതിലെ നടന്നു പോകുന്ന പെൺകുട്ടികളെയൊക്കെ ആള് കണ്ണുകൊണ്ട് സൂം ചെയ്ത് നോക്കുകയാണ്. അടുത്ത ദിവസം രാത്രി യൂണിവേഴ്സിറ്റി ഒരു റെസ്റ്റോറന്റിൽ പാർട്ടി നടത്തുകയാണ്. അതായത് എക്സാമിൽ നിന്ന് അവർ 5 ഫൈനലിസ്റ്റിനെ സെലക്ട് ചെയ്തു. അത് ഇവിടെ നിന്നാണ് അനൗൺസ് ചെയ്യുക.
അപ്പൊ ആ റെസ്റ്റോറന്റിൽ ഹീറോ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് ഹീറോ തന്നെ സൂപ്പർ സെൻസ് ഒന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്. അതായത് വെയിറ്റേഴ്സ് സംസാരിക്കുന്നത് ദൂരെ നിന്ന് ഹീറോ കേട്ട് നോക്കി വർക്ക് ആവുന്നുണ്ട്. ഒരു ഷെഫ് ഹീറോനോട് ഒരു വിഭവം ടേസ്റ്റ് ചെയ്യാനായി പറഞ്ഞപ്പോൾ അതിന് ഒടുക്കത്തെ രുചി. അതിന് കാരണം ഹീറോയുടെ ടേസ്റ്റിംഗ് സെൻസ് ഒക്കെ ഭയങ്കരമായിട്ട് വർദ്ധിച്ചത് കൊണ്ടാണ്. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മിസ്റ്റർ ടൈസൺ ഫൈനലിസ്റ്റ് ആയ 5 പേരെ സെലക്ട് ചെയ്ത് അവരുടെ ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. സോ ഇവിടെ അവര് സംസാരിക്കുന്നത് ഷമാഡ എന്ന ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ്. അത് ഹീറോ കിച്ചണിൽ നിന്നുകൊണ്ട് കേട്ടു. അപ്പൊ ഹീറോക്കാണെങ്കിൽ ഷമാഡ എന്ന സ്റ്റോക്കിനെ കുറിച്ച് അറിയാം. അങ്ങനെ ഹീറോ ആ ടേബിളിൽ ഭക്ഷണം കൊടുക്കാനായി ചെന്നു. ഇനിയുള്ള ടാസ്ക് മിസ്റ്റർ ടൈസണിനെ ഒന്ന് ഇംപ്രസ് ചെയ്യുക എന്നതാണ്. ഭക്ഷണം ടേബിളിൽ വെക്കുന്ന സമയത്ത് ഹീറോ ഒരുപാട് സ്റ്റോക്സിനെ കുറിച്ചൊക്കെ പറയാണ്. അതിന്റെ കൂടെ ഷമാഡ എന്ന സ്റ്റോക്കിനെ കുറിച്ച് പറഞ്ഞ് അതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഹീറോ പറയാണ്. അപ്പൊ മിസ്റ്റർ ടൈസൺ പറയാണ്, ഞങ്ങൾ ഇപ്പോൾ ആ സ്റ്റോക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടത്രേ. എന്ത് നേരാണോ സർ, നിങ്ങൾ ഒരു ജീനിയസ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഹീറോ മിസ്റ്റർ ടൈസണിനെ ഇംപ്രസ് ചെയ്തു. ഹീറോ പോയതിനു ശേഷം മിസ്റ്റർ ടൈസൺ അവരോട് പറയുന്നുണ്ട് അവൻ മിടുക്കനാണല്ലോ. അതിനുശേഷം ഹീറോ സ്റ്റോക്സിന്റെ പ്രൈസ് ഒക്കെയുള്ള ന്യൂസ് പേപ്പർ വളരെ ദൂരെ വെക്കുകയാണ്. അതായത് ആ ടേബിളിൽ നിന്ന് കാണുന്ന വിധത്തിൽ. എന്നിട്ട് അവിടെ ഭക്ഷണം കൊടുക്കാനായി വീണ്ടും ചെന്നപ്പോൾ ഹീറോ അവരോട് പറയാണ്, എനിക്ക് എല്ലാ സ്റ്റോക്സിന്റെയും പ്രൈസ് കാണാപ്പാടമാണ്. എന്റെ ജീവിതമേ ഞാൻ അതിനായി മാറ്റിവെച്ചതാണ്. അങ്ങനെ അവർ സ്റ്റോക്കിന്റെ പേര് പറയുമ്പോൾ ഹീറോ കണ്ണുകൊണ്ട് ദൂരെ വെച്ചിട്ടുള്ള ന്യൂസ് പേപ്പർ സൂം ചെയ്ത് സ്റ്റോക്കിന്റെ പ്രൈസ് പറയാണ്. അങ്ങനെ അവരൊക്കെ ശരിക്കും ഇംപ്രസ്ഡ് ആയി. എത്രയും മിടുക്കനായ പയ്യനെ അവരാരും ഇതുവരെ കണ്ടിട്ടില്ല. പാർട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മിസ്റ്റർ ടൈസൺ മറ്റു പ്രൊഫസേഴ്സും ഹീറോനെ കാണാനായി ചെന്നു. എന്നിട്ട് അവര് ചോദിക്കാണ്, നീ ഇത്രയും മിടുക്കനായിട്ട് എന്തുകൊണ്ട് നീ ഫൈനലിസ്റ്റിൽ വന്നിട്ടില്ല? അപ്പൊ ഹീറോ സെന്റി അടിക്കാണ്, ഞാൻ വളരെ പാവപ്പെട്ട കുടുംബത്തിലാണ് ജനിച്ചത്. ഞാൻ പാർട്ട് ടൈം ജോബ് ചെയ്താണ് ഫീസ് അടക്കുന്നത്. അങ്ങനെ രാത്രി ഞാൻ ഉറങ്ങാതെ എക്സാമിന് വേണ്ടി പഠിച്ചതാണ്. പക്ഷെ ഉറക്കില്ലായ്മ കാരണം എനിക്ക് എക്സാം വൃത്തിയിൽ എഴുതാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഫെയിൽ ആയത്. സോ ശരിക്കും അവര് വെറും 5 ഫൈനലിസ്റ്റിനെ മാത്രമേ സെലക്ട് ചെയ്യുകയുള്ളൂ. എന്നാൽ ഇത്രയും ബ്രില്യന്റ് ആയവനെ ഒഴിവാക്കല് വലിയ നഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവര് 6th ഫൈനലിസ്റ്റ് ആയിട്ട് നമ്മുടെ ഹീറോനെ കൂടി സെലക്ട് ചെയ്യുകയാണ്. അങ്ങനെ ഹീറോക്ക് ഭയങ്കര സന്തോഷമായി. സോ ഇവിടെ ലാബിൽ നിന്ന് ഡോക്ടർ ഹീറോനെ ടെസ്റ്റ് ചെയ്യാണ്. ദൂരെ നിന്ന് വായിക്കാൻ മാത്രമല്ല അവിടെ ദൂരെയുള്ള സ്മെല്ല് പോലും ഹീറോക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഡെറിൽ, കൺഗ്രാറ്റ്സ്, നീ നിന്റെ എല്ലാ സൂപ്പർ സെൻസസും അൺലോക്ക് ചെയ്തു. ഇനി അടുത്ത ലെവൽ മെഡിസിൻ കൊടുത്തിട്ട് ഡോക്ടർ പറയാണ്, ഡെറിൽ കെയർഫുൾ ആയിരിക്കണം. യാതൊരു കാരണവശാലും ഡോസ് കൂടാൻ പാടില്ല. എന്നിട്ട് ഡോക്ടറിനോട് ഹീറോ സോറിയും പറഞ്ഞു, കഴിഞ്ഞ ദിവസം അദ്ദേഹത്തോട് മോശമായി പെരുമാറിയത് കൊണ്ട്. സോ ഇവിടെ കപ്പ പാർട്ടി നടക്കുകയാണ്. നമ്മൾ പറഞ്ഞു ഹീറോ കപ്പ ക്ലബിലെ മെമ്പർ അല്ല. എന്നാൽ ഹീറോ വീണ്ടും തന്നെ ഒരിക്കൽ ഗെറ്റ് ഔട്ട് അടിച്ച സ്ഥലത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ ഹീറോന്റെ ഉദ്ദേശം കപ്പ ക്ലബിലെ മെമ്പർ ആവണം എന്നാണ്. സോ സ്കോട്ട് ഹീറോനെ കണ്ടപ്പോൾ തന്നെ ചോദിക്കാണ്, നിന്നെയല്ലേ അന്ന് ഗെറ്റ് ഔട്ട് അടിച്ചത്, എന്തേ വീണ്ടും വന്നത്? നീ ഫൈനലിസ്റ്റ് ആയെന്ന് വെച്ചിട്ട് നിനക്ക് ആ ജോലി കിട്ടാനായിട്ട് പോകുന്നതുമില്ല. അത് എന്റെ ജോലിയാണ്. ഇനി ഇവിടെ കിടന്ന് കറങ്ങേണ്ട, മോനി വിട്ടോ. അപ്പൊ അവിടെ മിസ്റ്റർ ടൈസൺ ഉണ്ട്. അദ്ദേഹത്തെ ഹീറോ കണ്ടു. അദ്ദേഹത്തിന് ഹീറോന് ഭയങ്കര കാര്യമാണ്. ഡെറില്, നീയും കപ്പ മെമ്പർ ആണ് എന്ന് ചോദിച്ചപ്പോൾ ഡെറിൽ പറയാണ്, അല്ല സാർ, ഞാൻ മെമ്പർ ഒന്നുമല്ല. ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തതാ. എന്തേ നീ മെമ്പർ അല്ലാത്തത്? അങ്ങനെ അദ്ദേഹം എല്ലാ സ്റ്റുഡൻസിനെയും വിളിച്ചു വരുത്തിയിട്ട് ഒരു അനൗൺസ്മെന്റ് നടത്തി. സ്റ്റുഡൻസ്, ഇന്നു മുതൽ കപ്പ ക്ലബിൽ പുതിയ ഒരു മെമ്പർ കൂടി ജോയിൻ ചെയ്തു. വെൽക്കം മിസ്റ്റർ ഡെറിൽ. അങ്ങനെ ഹീറോ തന്നെ ചവിട്ടി പുറത്താക്കിയ ക്ലബിലും മെമ്പർഷിപ്പ് നേടിയെടുക്കുകയാണ്. സോ അവിടെ ജാനിസും തന്റെ കൂട്ടുകാരിയും ഉണ്ട്. അവര് ടോയ്ലറ്റിൽ പോകുന്നത് ഹീറോ കണ്ടു. അങ്ങനെ ജാനിസിന്റെ കൂട്ടുകാരി ടോയ്ലറ്റിൽ കയറിയപ്പോൾ പുള്ളിക്കാരി പുറത്തുനിന്ന് മേക്കപ്പ് ചെയ്യുകയാണ്. അവരെ സംസാരിക്കുന്നതൊക്കെ ഹീറോ പുറത്തുനിന്ന് ദൂരെ നിന്ന് കേൾക്കുന്നുണ്ട്. അത് മാത്രമല്ല ടോയ്ലറ്റിലെ വൃത്തികെട്ട സ്മെല്ലും ഹീറോക്ക് മണക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ജാനിസ് തന്റെ ഫ്യൂച്ചർ ഹസ്ബൻഡിന്റെ ക്വാളിറ്റീസ് ഒക്കെ തന്റെ കൂട്ടുകാരോട് പറയുന്നുണ്ട്. അതേപോലെ അങ്ങനെ ഒരാള് ഇതുവരെ പുള്ളിക്കാരി കണ്ടുമുട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ താൻ സിംഗിൾ ആണ് എന്നും ജാനിസ് പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ മനസ്സിലാക്കിയ ഹീറോക്ക് പുള്ളിക്കാരിയെ വളച്ചെടുക്കാൻ ഐഡിയ കിട്ടി. അങ്ങനെ പുള്ളിക്കാരിയുടെ സങ്കല്പം എന്താണോ അതുപോലെ ഹീറോ അന്ന് അഭിനയിച്ച് ജാനിസിനെ വീഴ്ത്തുകയാണ്. പുള്ളിക്കാരി തന്റെ മൊബൈൽ നമ്പറൊക്കെ കൊടുത്തു. സോ അങ്ങനെ ഒരൊറ്റ ദിവസം കൊണ്ട് എന്തൊക്കെയാണ് ഹീറോ നേടിയെടുത്തത് എന്ന് നോക്കൂ ഗൈസ്. ആള് ഭയങ്കര ഹാപ്പിയാണ്. അന്ന് രാത്രി ടീം പെട്ടെന്ന് ടോയ്ലറ്റിലേക്ക് പോയപ്പോൾ ഹീറോ ടോയ്ലറ്റിന്റെ അകത്തുണ്ട്. ഡോറ് ലോക്ക് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ട്. ഹീറോ ആ മെഡിസിൻ ഇഞ്ചെക്ട് ചെയ്യുന്നത് ടിം കണ്ടു. പെട്ടെന്ന് ടിം കഥ അടച്ചു. ടിമ്മിന് ഇപ്പൊ പേടിയായി. ഹീറോ ഡ്രഗ്സ് ആണോ യൂസ് ചെയ്യുന്നത് എന്ന് ആലോചിച്ചിട്ട്. എന്തായാലും അതിനെക്കുറിച്ച് ടിം ഹീറോനോട് ചോദിക്കാനൊന്നും നിന്നിട്ടില്ല. സോ ഇവിടെയാണെങ്കിൽ ഹീറോന്റെ ലാസ്റ്റ് ചാൻസ് ആണ് യൂണിവേഴ്സിറ്റി ഹോക്കി ടീമിൽ സെലക്ഷൻ കിട്ടാൻ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ്
ഹീറോ ഇടികൊണ്ട് വീഴുന്നത്. എന്നാൽ ഇപ്രാവശ്യം നേരെ തിരിച്ചാണ്. എല്ലാ പ്ലെയേഴ്സിന്റെയും ഷൂട്ട് ഹീറോ ബ്ലോക്ക് ചെയ്യുകയാണ്. അവര് ഷൂട്ട് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് സൂം ചെയ്ത് ഹീറോ നോക്കും. അങ്ങനെ എല്ലാം ഹീറോ കൃത്യമായിട്ട് തന്നെ ബ്ലോക്ക് ചെയ്യുകയാണ്. ഇത് കണ്ട് എല്ലാവരും ശരിക്കും ഷോക്കായി. കോച്ചാണെങ്കിലും മറിച്ചൊന്നും ആലോചിക്കാതെ അപ്പോൾ തന്നെ ഹീറോനെ യൂണിവേഴ്സിറ്റി ഹോക്കി ടീമിൽ സെലക്ഷൻ കൊടുത്തു. അങ്ങനെ അതും നമ്മുടെ ഹീറോ നേടിയെടുത്തു. ഓക്കെ, ഇവിടെ രണ്ട് യൂണിവേഴ്സിറ്റി തമ്മിലുള്ള ഒരു മാച്ച് നടക്കുകയാണ്. ആ മാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ മാച്ച് നമ്മുടെ ഹീറോന്റെ യൂണിവേഴ്സിറ്റിയാണ് വിജയിച്ചത്. മാച്ചിലെ മാൻ ഓഫ് ദി മാച്ചും നമ്മുടെ ഹീറോ ആണ്. അത്രയും ഗംഭീര പെർഫോമൻസ് ആണ് ഹീറോ കാഴ്ചവെച്ചത്. അങ്ങനെ യൂണിവേഴ്സിറ്റിയിലെ എല്ലാവരും ഹീറോന്റെ പെർഫോമൻസ് കണ്ട് ആളുടെ ഫാൻസ് ആയി മാറുന്നുമുണ്ട്. സോ ഇവിടെ സ്മിത്ത് വെൽസ് കമ്പനിയിലേക്ക് ഹീറോനെ മിസ്റ്റർ ടൈസൺ ക്ഷണിച്ചു. അദ്ദേഹം ഹീറോനോട് പറയാണ്, നീ എന്നെ നന്നായിട്ട് ഇംപ്രസ് ചെയ്തു. പക്ഷെ അതുപോരാ, ഈ വരുന്ന ഫ്രൈഡേ നൈറ്റ് ഒരു ബാസ്കറ്റ്ബോൾ മാച്ച് ഉണ്ട്. അതിന്റെ ടിക്കറ്റ് ആണ് ഇത്. അവിടെ ബോബ് ബെൽവദർ എത്തും. അദ്ദേഹത്തെ നിനക്ക് ഇംപ്രസ് ചെയ്യാൻ കഴിയുമെങ്കിൽ നിനക്ക് ഈ ജൂനിയർ അനാലിസ്റ്റ് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അദ്ദേഹമാണ് ഇത് ഡിസൈഡ് ചെയ്യുന്നത്. സോ സീ യു ഓൺ ഫ്രൈഡേ. സോ ഇവിടെ ഹീറോ ജാനിസുമായിട്ട് ഇഷ്ടത്തിലായി പുള്ളിക്കാരിയെ കൂട്ടി തന്നെ വീട്ടിലേക്ക് പോവുകയാണ്. സോ ഇതാണ് ഹീറോന്റെ അമ്മ നമ്മൾ തുടക്കത്തിൽ കണ്ടതാണ്. ഇതാണ് ഹീറോന്റെ 4 സഹോദരങ്ങൾ. എല്ലാവർക്കും ജാനിസിനെ ഒരുപാട് ഇഷ്ടമായി. ഹീറോ അമ്മക്ക് താൻ സമ്പാദിച്ച കാശൊക്കെ കൊടുക്കുകയാണ്. അമ്മക്ക് അത് വാങ്ങാൻ മടിയുണ്ടെങ്കിലും ഹീറോ അമ്മക്ക് അത് നിർബന്ധിച്ചു കൊടുത്തു. ജാനിസിനോട് അമ്മ പറയാണ്, എന്റെ ഭർത്താവ് ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. എനിക്ക് എന്റെ ഭർത്താവിനോട് ദേഷ്യമുണ്ടെങ്കിലും എന്റെ ഈ മക്കളെ എനിക്ക് തന്നതിൽ എനിക്ക് നന്ദിയുണ്ട്. എന്റെ മോൻ ഡെറിലാണ് എന്നെയും അവന്റെ സഹോദരങ്ങളൊക്കെ നോക്കുന്നത് തന്നെ. അപ്പൊ ഇതൊക്കെ കേട്ട് ജാനിസിന് തന്റെ ബോയ്ഫ്രണ്ടിനെ കുറിച്ച് ആലോചിച്ച് പ്രൗഡ് ആവുന്നുണ്ട്. കാരണം താൻ സ്വപ്നം കണ്ട അതേ സ്വഭാവമുള്ള ആളാണ് ഹീറോ. സോ ഇവിടെ തന്നെ റൂമിൽ എത്തി ഹീറോ ടീമിനോട് പറയാണ്, എടാ ഞാൻ ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഇനി ഈ ആഴ്ച കൂടി കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ച പോലെ എന്റെ ജോലി എനിക്ക് കിട്ടും. ഞാൻ ലൈഫിൽ സക്സസ്ഫുൾ ആവും. അങ്ങനെയൊക്കെ പറഞ്ഞ് ഹീറോ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഇനി വരുന്ന ഈ ആഴ്ചയാണ് ഹീറോന്റെ ഭാവി തീരുമാനിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിനായിട്ട് ഹീറോ ആ മെഡിസിന് ഇന്ന് ഓവർ ഡോസ് ചെയ്യുകയാണ്. എന്തിന്? കൂടുതൽ നന്നായി പെർഫോം ചെയ്യാൻ വേണ്ടി. എന്നാൽ രാവിലെ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഹീറോക്ക് തന്റെ കൈയൊന്നും വർക്ക് ആവുന്നില്ല, അനക്കമില്ല. ആൾ അവിടെ വീണു പോവുകയാണ്. എന്നാൽ എങ്ങനെയൊക്കെയോ യൂണിവേഴ്സിറ്റി ലാബിൽ ഡോക്ടറിനെ കാണാനായി ഹീറോ ചെന്നു. എന്നിട്ട് ഈ കാര്യം പറഞ്ഞു. ഡോക്ടർ അപ്പോൾ ആദ്യം തന്നെ ചോദിച്ചത്, നീ ഓവർ ഡോസ് ചെയ്തിനോ എന്നാണ്. ഹീറോ ആദ്യം കള്ളം പറഞ്ഞെങ്കിലും പിന്നീട് ഹീറോ സമ്മതിച്ചു, ഞാൻ ഓവർ ഡോസ് ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പൊ ഡോക്ടർ പറയാണ്, ഇനി നിനക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഓരോ സമയം നിന്റെ ഓരോ സെൻസസ് അമിതമായിട്ട് വർക്കാവും. അതേപോലെ മറ്റൊരു സെൻസ് വർക്കാവത്തില്ല. സപ്പോസ് നിനക്ക് നന്നായി കേൾക്കുന്നുണ്ടെങ്കിൽ ആ സമയം നിനക്ക് കണ്ണ് കാണത്തില്ല. എന്നാൽ നിനക്ക് നന്നായി കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിനക്ക് കേൾക്കാനും മണക്കാനും ആവത്തില്ല. ഡോക്ടർ എന്താണ് ഇതിന് പരിഹാരം? പ്ലീസ് എനിക്ക് പറഞ്ഞതാ. അപ്പൊ ഡോക്ടർ പറയാണ്, ഈ മെഡിസിൻ ശരീരത്തിൽ നിന്ന് പോകണം. 3 ദിവസം സമയമെടുക്കും. അപ്പോൾ ആ 3 ദിവസം നീ പുറത്തൊന്നും പോകാൻ പാടില്ല. നീ ബെഡ് റെസ്റ്റ് എടുക്കണം. എന്നാൽ ഹീറോന്റെ ഭാവി തീരുമാനിക്കാനായി പോകുന്ന 3 ദിവസമാണ് ഇനി വരാനായി പോകുന്നത്. എനിക്ക് റെസ്റ്റ് എടുക്കാൻ കഴിയത്തില്ല എന്നും പറഞ്ഞ് ഹീറോ അവിടുന്ന് ഇറങ്ങിപ്പോയി. അപ്പൊ ഇന്നാണ് മിസ്റ്റർ ബോബിനെ കാണാനായിട്ട് ബാസ്കറ്റ്ബോൾ മാച്ച് കാണാനായി ഹീറോ പോകുന്ന ദിവസം. അപ്പൊ ഇദ്ദേഹമാണ് ബോബ്. അങ്ങനെ ഹീറോന്റെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പെട്ടെന്ന് സംസാരിക്കുമ്പോൾ ഹീറോന്റെ കേൾവി ശക്തി നഷ്ടപ്പെടും. അങ്ങനെ ബോബ് പറയുന്ന കാര്യത്തിനൊക്കെ എന്തൊക്കെയോ മണ്ടത്തരങ്ങളാണ് ഹീറോ മറുപടി കൊടുക്കുന്നത്. അതേപോലെ പെട്ടെന്ന് ആളുടെ കാഴ്ച നഷ്ടപ്പെടും. അങ്ങനെ ഹീറോക്ക് ബോബിനെ ഇംപ്രസ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. നീ എന്തൊക്കെയോ മണ്ടത്തരമാണ് നീ ചെയ്ത് കൂട്ടിയത് എന്ന് പറഞ്ഞ് മിസ്റ്റർ ടൈസൺ തിരിച്ചു പോകുന്ന വഴിക്ക് ഹീറോനെ വഴക്ക് പറയുന്നുണ്ട്. ഇവിടെ ഹീറോന്റെ ക്ലാസ്സിലെ ഒരു സ്ത്രീ ഹീറോനെ കാണാനായി റൂമിൽ വന്നു. അപ്പൊ പുള്ളിക്കാരി ഹീറോന്റെ വലിയ ഫാനാണ്. എന്നാൽ പെട്ടെന്ന് ഹീറോന്റെ എല്ലാ സെൻസും പോയി. ചെവിയും കേൾക്കുന്നില്ല, കണ്ണും കാണുന്നില്ല എന്ന അവസ്ഥ. പുള്ളിക്കാരി ഹീറോന്റെ വസ്ത്രമൊക്കെ അഴിക്കാനായി നോക്കി. എന്നാൽ ഹീറോ വളരെ വിചിത്രമായിട്ട് പെരുമാറുന്നത് കണ്ട് പുള്ളിക്കാരി ദേഷ്യം പിടിച്ച് റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഇതേ സമയമാണ് അവിടെ ജാനിസ് വന്നത്. ജാനിസ് വന്നപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. അങ്ങനെ ദേഷ്യം പിടിച്ച് ഹീറോനോട് എനിക്ക് ഇനി നിന്നെ വേണ്ട എന്ന് പറഞ്ഞ് പുള്ളിക്കാരി സങ്കടത്തോടെ അവിടുന്ന് പോയി. ഇനി ഹോക്കി ഫൈനൽ മാച്ചിലെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ഫാൻസ് ഉള്ള നമ്മുടെ ഹീറോ എന്തൊക്കെയോ മണ്ടത്തരങ്ങളാണ് അന്ന് ചെയ്തു കൂട്ടിയത്. ഇതൊക്കെ കണ്ട് എതിർ ടീമിലെ പ്ലേയേഴ്സും ഫാൻസും ഒക്കെ ചിരിച്ചു ചത്തു. അവരുടെ ടീം തോറ്റ് തുന്നമ്പാടി ഹീറോനെ കൊണ്ട് മാത്രം. കാരണം ഹീറോക്ക് ചില സമയം കേൾക്കില്ല, ചില സമയം കാണത്തില്ല. അങ്ങനെയൊക്കെയാണ് അവസ്ഥ. അങ്ങനെ ഹോക്കി മാച്ച് തോറ്റു. ഇവിടെ ഹീറോ ജാനിസിനോട് കാര്യങ്ങൾ പറഞ്ഞ് സോൾവ് ചെയ്യാനായി പുള്ളിക്കാരിയുടെ വീട്ടിൽ ചെന്നു. അപ്പോഴാണ് മിസ്റ്റർ ടൈസണിനെ ഹീറോ കാണുന്നത്. അതായത് മിസ്റ്റർ ടൈസൺ ജാനിസിന്റെ അച്ഛനാണ്. എന്തായാലും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരിയോട് പറഞ്ഞ് ഏകദേശം ഹീറോ സോൾവ് ആക്കിയിട്ടുണ്ട്. ഇനി നാളെയാണ് ഹീറോന്റെ ഫൈനൽ ഇന്റർവ്യൂ.
അതായത് നാളെയാണ് ഹീറോന്റെ ഭാവി തീരുമാനിക്കാനായി പോകുന്ന ആ ദിവസം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹീറോ ആൾക്കൂട്ടത്തിൽ നിന്ന് ബഹളത്തിന് ഇടയിൽ നിന്നൊക്കെ കഷ്ടപ്പെട്ട് പഠിക്കുകയാണ്. എന്നാൽ സ്കോട്ട് ആണെങ്കിൽ ഒരുപാട് എക്സ്പേർട്സിന്റെ നടുക്കിരുന്നാണ് പഠിക്കുന്നത്. പഠിക്കുന്ന സമയത്ത് തന്നെ സ്കോട്ടിന് മസാജ് ചെയ്യാനും സമാധാനിപ്പിക്കാനൊക്കെ വേറെ തന്നെ ആൾക്കാർ സ്കോട്ടിന്റെ അച്ഛന് ഏർപ്പാടാക്കിയിട്ടുണ്ട്. അത്രയും സെറ്റപ്പിലാണ് സ്കോട്ട് പഠിക്കുന്നത്. സോ ഇന്നാണ് ആ ദിവസം. ഹീറോ അടിപൊളി കോട്ടും സ്യൂട്ടൊക്കെ ധരിച്ച് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായി എത്തി. എന്നാൽ അവിടെ എത്തിയപ്പോൾ ഹീറോന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരാളുടെ അടുത്ത് പോയിട്ട് ഹീറോ സ്മൈറ്റ് ബെറ്റ്സ് ഓഫീസ് എവിടെയാണ്, എനിക്ക് കണ്ണ് കാണുന്നില്ല എന്നൊക്കെ പറയാണ്. അപ്പോ ഇവനാണെങ്കിൽ കള്ളനാണ്. ഹീറോക്ക് കണ്ണ് കാണുന്നില്ല എന്നൊക്കെ ഉറപ്പ് വരുത്തിയതിനു ശേഷം അങ്ങനെ ഹീറോനെ കൂട്ടി ആരും കാണാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയി. എന്നിട്ട് ഹീറോന്റെ കോട്ടും സ്യൂട്ടൊക്കെ അടിച്ചു മാറ്റി. അങ്ങനെ ഹീറോ തെരുവിൽ വസ്ത്രമൊന്നുമില്ലാതെ നിൽക്കുന്ന അവസ്ഥയായി. കോട്ടും സ്യൂട്ടും വാങ്ങാനായിട്ട് കാഴ്ചയില്ലാത്ത ഹീറോ ഒരു ഷോപ്പിൽ കയറി ചെന്നു. അവിടുന്ന് എന്നിട്ട് അദ്ദേഹത്തോട് പ്ലീസ് എനിക്ക് ഇന്റർവ്യൂ ഉണ്ട്, എന്റെ സ്യൂട്ട് ഒരുത്തൻ മോഷ്ടിച്ചു എന്നൊക്കെ പറയാണ്. അപ്പൊ ഹീറോക്ക് കാഴ്ചയില്ലാത്തത് കണ്ട് പാവം തോന്നിയ അദ്ദേഹം ഹീറോക്ക് ഒരു സ്യൂട്ട് കൊടുക്കുകയാണ്. അവിടെ ഓഫീസിലെത്തി കണ്ണാടി നോക്കിയപ്പോൾ ദാ ഡിസ്കോ ടൈപ്പ് സ്യൂട്ടാണ് അങ്ങേര് ഹീറോക്ക് കൊടുത്തത്. ആ സമയത്ത് ഹീറോന്റെ പാൻസിലെ കൂടി പച്ച മെഡിസിൻ പോയതായിട്ട് കാണാം. അതായത് ഡോക്ടർ പറഞ്ഞതല്ലേ 3 ദിവസം കഴിഞ്ഞാൽ മാത്രമേ മെഡിസിൻ ശരീരത്തിൽ നിന്ന് ഇറങ്ങി പോവുകയുള്ളൂ എന്ന്. അങ്ങനെ അത് പോയി. ഹീറോ ഇപ്പോൾ ആള് നോർമലായി. ഓക്കെ, ഇനി ഇന്റർവ്യൂവിന്റെ അവസ്ഥ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ 6 ഫൈനലിസ്റ്റ് ആണുള്ളത്. അതിൽ ഓരോ ചോദ്യവും കഴിയുമ്പോൾ ഉത്തരം കിട്ടാത്തവരെ എലിമിനേറ്റ് ആവും. അങ്ങനെ അവസാനം 2 പേരും മാത്രമായി, നമ്മുടെ ഹീറോയും സ്കോട്ടും. അങ്ങനെ അവര് ഭയങ്കരമായിട്ടുള്ള ഏറ്റുമുട്ടലാണ്. എന്നാൽ അവസാനം ഒരു ടഫ് ക്വസ്റ്റ്യന് സ്കോട്ടിന് എങ്ങനെയും ഉത്തരം പറയാൻ കഴിയുന്നില്ല. എന്നാൽ ഹീറോ ആണെങ്കിൽ എഴുന്നേറ്റ് പോയിട്ട് ആ ചോദ്യത്തിന് കിടിലൻ ഉത്തരം തന്നെ കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോക്ക് താൻ ആഗ്രഹിച്ച സ്മിത്ത് ബേറ്റ്സ് എന്ന കമ്പനിയിലെ ജൂനിയർ അനലിസ്റ്റ് എന്ന ജോലി കിട്ടുകയാണ്. സ്കോട്ടിനാണെങ്കിൽ വിശ്വസിക്കാനാവുന്നില്ല. ഹീറോക്ക് ജോലി കിട്ടിയത് കണ്ട് അമ്മക്കും ഗേൾ ഫ്രണ്ടിനും ബെസ്റ്റ് ഫ്രണ്ടും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. എന്നാൽ ഇവിടെ മറ്റൊരു ട്വിസ്റ്റ് എന്തെന്ന് വെച്ചാൽ ഹീറോ അവിടുന്ന് എല്ലാവരോടും ആ സത്യം വിളിച്ചു പറഞ്ഞു. അതായത് ഞാൻ നേർവഴിയിലെ കൂടിയല്ല ഈ ജോലി നേടിയെടുത്തത്, ഞാൻ ചീറ്റ് ചെയ്തതാണ്. ഇന്നത്തെ ഇന്റർവ്യൂവിൽ ഞാൻ നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഞാൻ ഇവിടം വരെ എത്തിയത് നേർവഴിയിലെ കൂടിയല്ല, ഞാൻ ഒരു എക്സ്പെരിമെന്റ് മെഡിസിൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് സൂപ്പർ സെൻസ് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഫൈനലിസ്റ്റ് പൊസിഷൻ വരെ എത്തിയത്. സോ എനിക്ക് തോന്നുന്നില്ല ഈ ജോലിക്ക് ഞാൻ ഡിസേർവിംഗ് ആണ് എന്ന്. പക്ഷേ മിസ്റ്റർ ടൈസൺ ഹീറോക്ക് ജോലി കൊടുത്തു. എന്നാൽ ജൂനിയർ അനാലിസ്റ്റിന്റെ പൊസിഷൻ അല്ല, ചെറിയ ഒരു പൊസിഷനാണ്. നീ മിടുക്കനാണെങ്കിൽ നിന്റെ മിടുക്ക് പ്രൂവ് ചെയ്താൽ നിനക്ക് പ്രൊമോഷൻ കിട്ടും. അങ്ങനെ നിനക്ക് ജൂനിയർ അനാലിസ്റ്റ് ആവാം. സോ കഥയുടെ ക്ലൈമാക്സിൽ 1 വർഷത്തിന് ശേഷം ഹീറോ കമ്പനിയിൽ തന്റെ മിടുക്ക് തെളിയിച്ചു. ഹീറോ ജൂനിയർ അനാലിസ്റ്റ് പൊസിഷനിൽ എത്തുകയും ചെയ്തു. ഹീറോ തന്റെ ഗേൾഫ്രണ്ടിനെ വിവാഹം ചെയ്തു. വലിയ അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കി. അമ്മയെ ഹാപ്പിയാക്കി. അങ്ങനെ ഹീറോ ലൈഫിൽ ഭയങ്കര സക്സസ്ഫുൾ ആയി. ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്.